ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു മാല ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ പിള്ളേർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ബീഡ്സും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഒരു വി നെക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം വി നെക്കിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കതിടാം, നല്ല ഭംഗിയിൽ. അതെല്ലാം നിങ്ങൾക്ക് ചോക്കർ പോലെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഫുൾ വീഡിയോ കണ്ടു വെക്കുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ ഫിഷിംഗ് വയർ എടുത്തേക്കുന്നത്. ഇതേപോലെ 4 ബീഡ്സ് കയറ്റി വലുത്, നടുക്ക് 3 ചെറുതുമാണ്. ഇതേപോലെ ചെറുതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 2 ഹോളിൽ 2 സൈഡിൽ നിന്നും ഞാൻ കയറ്റിയിട്ടാണ് ഇത് ഞാൻ ഇതേപോലെ ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പുറത്തൂടെയും നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ അത് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അതിപ്പോൾ ഇതേപോലെ വലിയ 6 mm ഒരെണ്ണവും ഒരു കുഞ്ഞിതും പിന്നെ ഒരു വലിയ 6 mm ബീഡ്സാണ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞ് 3 mm ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ക്രോസ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ ഇതേപോലെ ഫുള്ളി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 6 mm ബീഡ്സാണ് നമ്മൾ ഒരു സെറ്റിലിടുന്നത്. ഈ സെറ്റിൽ ഞാനിങ്ങനെ കുറച്ച് 3 mm ബീഡ്സ് 5 എണ്ണം കയറ്റിയിട്ട് ഇതേപോലെ ലോക്കറ്റ് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു സൈഡിൽ 5 എണ്ണം 3 mm ഇടുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ഏത് സൈഡിലാണ് കോർത്തിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലാണ് എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഇങ്ങനെ നിങ്ങൾ മാറി ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സൈഡിലെ മാത്രം ഫിഷിംഗ് വയറും കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മറ്റേത് ഞാൻ തൊട്ടിട്ടില്ല. ഇത് ഇതേപോലെ കംപ്ലീറ്റ്ലി നമ്മൾ വട്ടം ചെയ്തെടുക്കുകയാണ്. അതേപോലെ ആ ഹോളിൽ കൂടെയും ഇപ്പുറത്തെ ഹോളിൽ കൂടെ വരെ എത്തണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ബീഡ് ഞാൻ യൂസ് ചെയ്തത് വേറെ നമുക്ക് എന്ത് ബീഡ്സ് വേണമെങ്കിലും അവിടെ ഇടാവേ, ലോക്കറ്റ് പോലെ. ഇപ്പം ഞാൻ യൂസ് ചെയ്ത 6 mm ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറ്റുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ 3 mm ബീഡിൻ്റെ ഉള്ളിൽ കൂടെയും കയറ്റുകയാണ്. ഒരു സെറ്റ് ഞാൻ ലാസ്റ്റ് ചെയ്ത് തീർത്തതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ എടുത്തേണ്ടി വരികയാണ്. തിരിച്ച് എവിടെയാണോ ഞാൻ നമ്മുടെ ഫിഷിംഗ് വയർ നിർത്തിയ ആ ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഫുള്ളി ചുറ്റി വരികയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ മറ്റേ 3 ഫിഷിംഗ് വയർ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ലോക്കറ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഈ ഫിഷിംഗ് വയറും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന്. പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും കറക്റ്റായിട്ട് മനസ്സിലാവുക. വി പോലെ വരാൻ വേണ്ടിയാണ് ഒരു സൈഡിൽ നമ്മൾ നിർത്തിയിട്ട് ഇതേപോലെ തിരിച്ച് നമ്മൾ എങ്ങനെയാണോ നിർത്തി അതേപോലെ തന്നെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്, താഴേക്ക് പോവാതെ. ഇവിടെയാണ് ഞാനിപ്പം നിർത്തിയത്. അവിടെ ഞാൻ വി പോലെ ഇങ്ങനെ ലോക്കറ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പുറത്തൂടെ ചുറ്റി ആ സൈഡിൽ സ്റ്റാർട്ടിങ് ചെയ്യാൻ തുടങ്ങി ഇതേപോലെ. അപ്പം നമുക്ക് ഇവിടെ നിന്നിടത്തുനിന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇനി ബാക്കി ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം, നേരത്തെ കംപ്ലീറ്റ് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അതിനും ഞാൻ ആദ്യം ചെയ്ത് സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അതേപോലെ തന്നെ 2 സൈഡിലും 6 mm ഇടുന്നു, പിന്നെ 3 mm ഗോൾഡൻ ഇടുന്നു, പിന്നെയും 6 mm ഇടുന്നു. അത് കഴിഞ്ഞ് 3 mm ഉള്ളിൽ കൂടെ 2 സൈഡിൽ നിന്നും സിഗ്സാക്കാക്കി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്, ക്രോസ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റിയൊരു മോഡലാണ്. ആ സൈഡിൽ വരുമ്പോൾ ലോക്കറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമുക്ക് സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴും ഒക്കെ ഇടാൻ പറ്റിയ നല്ല ഇതാണ്. നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റിയ ഇതായി. ഇപ്പോൾ ലോക്കറ്റ് പോലെ വന്നു. ഇനി ഇവിടുന്ന് അതേപോലെ ക്രോസ് ഫുള്ളി ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കിവിടെയൊക്കെ ചെയ്ത് തീർക്കാം ഇതേപോലെ. എത്രേ ഉള്ളൂ, സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റിയ. ഇതേപോലെ കൈ ചെയിൻ ഉണ്ടാക്കാൻ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഹെയർ ബോയിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. കമ്മൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടാക്കി ഞാൻ കെട്ടിട്ടു. ഇത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഗിയർ വയർ ഉപയോഗിച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഗിയർ വയർ ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയില്ല
അതില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കയ്യിൽ ജംറിങ് ഉണ്ട്. ഇപ്പോൾ ജംറിങ് ഇല്ലാത്തവർ ഗിയർ വയർ ഒന്ന് ചെറിയ വട്ടമാക്കി എടുത്താൽ മതി. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ജംറിങ് ഉണ്ടെങ്കിൽ അത് വെച്ചൊരു റിങ് ആക്കി ഇതേപോലെ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പം ചെയിന് അത് കഴിഞ്ഞ് ലോക്ക് നമ്മുടെ ഹുക്കും ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പല കളറിൽ 6mm ബീഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓണം റിലേറ്റഡ് ആയിട്ട് എടുക്കാം പല കളേഴ്സിൽ. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.